പ്രണയം. ബസ്സിൽ നിന്നിറങ്ങി തോളിൽ കിടന്ന ബാഗ് ഒന്നുകൂടി വലിച്ചു നേരെയിട്ടുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിലേക്ക് നോക്കുകയും ചെയ്യും. വലത് കൈയിൽ നിവർത്താത്ത ഒരു കുടയും പിടിച്ചിട്ടുണ്ട്. ഓരോ തവണ വാച്ചിലേക്ക് നോക്കുമ്പോഴും നടപ്പിൻ്റെ വേഗതയും കൂടിക്കൂടി വന്നു. ഒരു ലൈറ്റ് പിങ്ക് കോട്ടൺ സാരിയാണ് അവളുടെ വേഷം. നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും തൊട്ടുമുകളിലായി ചെറിയൊരു ചന്ദനക്കുറിയും ഇടതൂർന്ന നീണ്ട മുടി മെടഞ്ഞിട്ടിരിക്കുന്നു. പതിവ് പോലെ മുടിയുടെ നടുവിലായി തണ്ടോടുകൂടി തുളസിക്കതിരും വെച്ചിട്ടുണ്ട്. കൊതിവച്ച വെണ്ണക്കൽ ശില്പം തോൽക്കുന്ന മേനിയും കട്ടിയുള്ള കറുത്ത പുരികങ്ങളും ഉണ്ടക്കണ്ണുകളും നീണ്ട മൂക്കും ചെഞ്ചുണ്ടും അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നത് പോലെ. നടപ്പിനിടയിൽ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ ഒലിച്ചു കഴുത്തിലിറങ്ങിയതും സാരിത്തലപ്പ് കൊണ്ട് അവയെ ഒന്ന് തുടച്ചു മാറ്റിയവൾ. സാരിത്തലപ്പ് കൊണ്ട് മുഖം തുടച്ചതും അവളുടെ കവിൾ റോസാപ്പൂ ഇതളിനെ അനുസ്മരിക്കും വിധം ചുവന്നു തൊടുത്തു. പാർവതി ടീച്ചറെ. പിന്നിൽ പരിചിതമായൊരു സ്ത്രീ ശബ്ദം കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി പാർവതി. അല്ല, ഇതാരാ? വസുന്ധര ടീച്ചറോ? ഞാൻ കരുതി ഇന്നും ഞാൻ മാത്രമാവും ലേറ്റെന്ന്. വസുന്ധര അടുത്തെത്തിയതും നിറഞ്ഞ പുഞ്ചിരിയോടെ പാർവതി പറഞ്ഞു. എത്ര രാവിലെ എണീറ്റാലും നേരം തികയത്തില്ല ടീച്ചറെ. രാവിലെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്കേ അതിൻ്റെ പാടറിയാൻ പറ്റൂ. ക്ലോക്കിലെ സൂചി ചുമ്മാതങ്ങ് കറങ്ങുവാണോ എന്ന് പോലും തോന്നിപ്പോകും. വീട് പണികളും ചെയ്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യമെല്ലാം തീർത്തിട്ട് വേണ്ടേ നമുക്ക് റെഡിയായി ഇറങ്ങാൻ പറ്റൂ. കുട്ടികൾ രാവിലെ സ്കൂൾ ബസ്സിൽ കയറിപ്പോയി. അവരുടെ കൂടെ പോകാമെന്ന് കരുതിയാണ് ഓരോ ദിവസവും ഞാൻ എണീക്കുന്നത്. എങ്ങനെയും മോഹനേട്ടൻ്റെ കൈയും കാലും പിടിച്ച ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഇറക്കിയത്. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ ഇതിൻ്റെയൊക്കെ പാടറിയൂ. ഇനി വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ കേൾക്കാം. ഉച്ചകത്തെ ഊണിന് കൊണ്ടുപോയ കറിയിൽ ഉപ്പ് കൂടിപ്പോയി, എരിവ് കുറഞ്ഞുപോയി, അങ്ങനെ. സ്പീഡിലുള്ള നടപ്പിനിടയിൽ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വസുന്ധര പറയുമ്പോൾ അത് കേട്ടെന്ന് ചിരിച്ചു പാർവതി. നീ അറിഞ്ഞോ പാർവതി, നമ്മുടെ മിനി ടീച്ചറിന് രണ്ടാമതും വിശേഷമുണ്ടത്രേ. എൻ്റെ വസുന്ധര ടീച്ചറെ, ഇത് എങ്ങനെ അറിയുന്നു? ചുമ്മാതല്ല സ്കൂളിലെ റേഡിയോ എന്ന് വിളിപ്പേര് കിട്ടിയത്. പുഞ്ചിരിയോടെ പാർവതി പറഞ്ഞു. റേഡിയോ എങ്കിൽ റേഡിയോ, എന്ത് വേണേലും ആളുകൾ വിളിച്ചോട്ടെ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അതൊക്കെ പോട്ടെ, നമ്മുടെ സ്കൂൾ മേടിച്ച പുതിയ മാനേജ്മെൻറ്റ് ഇന്ന് വരുമെന്നാണ് കേട്ടത്. ആണോ? പെട്ടെന്ന് അത് കേട്ടതും പാർവതിയുടെ നടപ്പിൻ്റെ വേഗത കുറഞ്ഞു. മുഖത്ത് വിഷാദം തളം കെട്ടുന്നത് വസുന്ധര ശ്രദ്ധിച്ചിരുന്നു. നീയും ചേർത്ത് മൊത്തം 12 പേരായി ഈ വർഷം ജോയിൻ ചെയ്തത്. അതിൽ 4 പേര് ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് അവരുടെ കാര്യം പേടിക്കണ്ട. ഹൈസ്കൂളിലുള്ളവർക്കും ചിലപ്പോൾ ഒരു കൺസിഡറേഷൻ കിട്ടിയേക്കും. പിന്നെയുള്ളത് നിന്റെ UP സെക്ഷനാണ്. അതിലുള്ള 3 പേരിൽ നിന്റെ കാര്യമാണ് ഇത്തിരി കഷ്ടമുള്ളത്. മറ്റവർ 2 പേരും പണം കൊടുത്ത ജോലിക്ക് കയറിയത്. പഴയ മാനേജ്മെൻറ്റാണ് പണം വാങ്ങിയതെങ്കിലും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിനോട് അവർ ആ കാര്യം പറഞ്ഞു കാണും. പക്ഷെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടല്ലേ നിനക്ക് ജോലി കിട്ടിയത്? പണവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിന്റെ കാര്യത്തിലെ ഒരു പേടി. വസുന്ധര പറയുമ്പോൾ എല്ലാം കേട്ട് മിണ്ടാതെ നടന്നു പാർവതി. അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് തൻ്റേത്. അച്ഛൻ ഗോപാലകൃഷ്ണൻ ടൗണിലെ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മ നിർമ്മല ഹൗസ് വൈഫും. ചേച്ചി ശ്രീവിദ്യ പഠിത്തം കഴിഞ്ഞ് നിൽക്കുവാണ്. അനിയത്തി വേദ ഇപ്പോൾ 10ലാണ് പഠിക്കുന്നത്. വീടിനടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് പഠനച്ചിലവൊന്നുമില്ല. നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടും അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയും ട്യൂഷൻ വേണ്ട എന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെ സംശയമുള്ളത് എന്നോട് ചോദിച്ചു മനസ്സിലാക്കും. വേദ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു പെരുമാറുന്ന കൂട്ടത്തിലാണെങ്കിൽ ശ്രീയേച്ചി നേരെ തിരിച്ചാണ്. വാശി പിടിച്ചാണ് പണ്ടേ ഓരോന്നും സാധിച്ചെടുത്തിരുന്നത്. ചേച്ചി പഠിക്കാൻ പണ്ടേ മോശമായതുകൊണ്ട് തട്ടിയും മുട്ടിയുമാണ് ഡിഗ്രി കഴിഞ്ഞത്. വിവാഹം കഴിപ്പിച്ച് വിടാമെന്നും പറഞ്ഞ് നോക്കുമ്പോഴാണ് ജാതകത്തിലെ ചൊവ്വാദോഷം എന്ന വില്ലനെ പറ്റി അറിയുന്നത്. വരുന്ന ആലോചനകളിൽ 1-2 ആണ് പൊരുത്തം കിട്ടുന്നത്. പക്ഷെ അവിടെയും വില്ലനായി സ്ത്രീധനം എന്ന പ്രശ്നം കടന്നുകൂടും. പഠിക്കാൻ മിടുക്കിയായിരുന്നു താൻ. ഡിഗ്രി കഴിഞ്ഞും തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകാമെന്ന് കരുതിയത്. എതിർപ്പൊന്നും കൂടാതെ അമ്മയും അച്ഛനും അത് അനുകൂലിച്ചു. എങ്ങനെയെങ്കിലും ചേച്ചിയെ ഒന്ന് പടിയിറക്കി വിടണമെങ്കിൽ ഒരാളും കൂടി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവർക്കും അറിയാമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ ഓണറെ കണ്ട് അച്ഛൻ അപേക്ഷിച്ചതും അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവരുടെ തന്നെ സ്കൂളിൽ ജോലി കിട്ടിയതും. ഇന്നേക്ക് 8 മാസം തികയുന്നു ജോലി കിട്ടിയിട്ട്. നഗരത്തിലെ തന്നെ വലിയ സ്കൂളാണ് വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇടയ്ക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പഴയ മാനേജ്മെൻറ്റ് സ്കൂൾ വിൽക്കുകയായിരുന്നു. കൊച്ചിയിലുള്ള ഏതോ വലിയ ബിസിനസ് ഗ്രൂപ്പാണ് വാങ്ങിയതെന്നറിയാം. സ്കൂൾ കാണാൻ പോലും ഇന്നുവരെ ആരും വന്നിട്ടില്ല. അവരുടെ ഒരു മാനേജറാണ് ആകെ കൂടെ വന്നത്. അയാൾക്കും ഉണ്ടായിരുന്നു 2 വലങ്കൈ അപ്പുറവും ഇപ്പുറവുമായിട്ട്. ഇന്നിപ്പോൾ വരാൻ പോകുന്നത് സ്കൂൾ വാങ്ങിയ ആളാണെങ്കിൽ തൻ്റെ കാര്യം പോക്കാം. ജോലിക്ക് കയറി തുടങ്ങി അടുത്ത മാസം തന്നെ തുച്ഛമായ വണ്ടിക്കൂലിക്ക് വേണ്ടുന്ന തുക കയ്യിലെടുത്തിട്ട് ബാക്കി ചിട്ടിക്ക് കൊടുത്തു തുടങ്ങിയതാ. ചേച്ചിയുടെ ആവശ്യത്തിന് എടുക്കാമെന്ന് കരുതിയതാ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഈ ജോലി പോയാൽ അത് മുടങ്ങും. അച്ഛനെക്കൊണ്ട് ഒന്നും ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുകയുമില്ല. ഓരോന്നും ആലോചിച്ചാൽ നടപ്പ് നടന്നു. നീ എന്താ പാർവതി ഇങ്ങനെ ആലോചിക്കണേ? ഒന്ന് വേഗം നടക്കുക, അസംബ്ലിക്ക് മുമ്പ് അങ്ങ് എത്തേണ്ടതാണ്. വസുന്ധര പറയുമ്പോൾ അവരെ നോക്കി തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു പാർവതി.
നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം പാർവതി. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പ്രിൻസിപ്പളിനോടൊന്ന് സംസാരിക്ക്. പുള്ളിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. നിന്നോടൊരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പുതിയ MD കേൾക്കാതിരിക്കില്ല. വസുന്ധര പറയുമ്പോൾ പ്രതീക്ഷയോടെ അവരെ ഒന്ന് നോക്കി പാർവതി. എല്ലാം ശരിയാകും മോളെ, നീ വേഗം വാ, ബെല്ലടിക്കാൻ സമയമായി. വസുന്ധര പറയുമ്പോൾ അത് കേട്ടൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവർക്കൊപ്പം നടന്നു അവളും. തിരക്കിട്ട് സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ പതിവ് പോലെ സെക്യൂരിറ്റിയെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനും പാർവതി മറന്നില്ല. ID കാർഡ് പഞ്ച് ചെയ്ത് വസുന്ധരയോട് വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് നേരെ UP സെക്ഷനിലെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. മാത്സ് ആണ് പാർവതിയുടെ സബ്ജക്റ്റ്. കൂടാതെ 3ാം ക്ലാസ്സിലെ B സെക്ഷനിലെ ക്ലാസ് ടീച്ചർ കൂടിയാണ്. സ്റ്റാഫ് റൂമിലെത്തി ഡെസ്കിൽ ബാഗ് വെച്ചതും അസംബ്ലിക്കുള്ള ബെൽശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. ഇന്ന് അസംബ്ലി ഉള്ളതുകൊണ്ടാവണം സ്റ്റാഫ് റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബാഗ് തുറന്ന് ബോട്ടിൽ പുറത്തെടുത്ത് ഒരിറക്ക് വെള്ളം കുടിച്ച ശേഷം ഗ്രൗണ്ട് ലക്ഷ്യമാക്കി നടന്നു. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ വരിവരിയായി ഗ്രൗണ്ടിലെത്തിയതും ലാസ്റ്റ് ബെൽ റിംഗായി. ഇംഗ്ലീഷ് പ്രയർ സോങ് കഴിഞ്ഞതും പ്രിൻസിപ്പൽ ഗംഗാധര മേനോൻ മൈക്കിന് മുന്നിലായി വന്നു നിന്നു. പിന്നീട് ഒരു പ്രസംഗമായിരുന്നു. കുട്ടികൾ പാലിക്കേണ്ട സമയക്രമത്തിനെപ്പറ്റി, പഠനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെപ്പറ്റി, ഡിസിപ്ലിനെപ്പറ്റി, അങ്ങനെ. പ്രിൻസിപ്പളിൻ്റെ പ്രസംഗം നീണ്ടുപോകുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിലായിരുന്നു. വെയിലിൻ്റെ തീവ്രത ചിലരിലെങ്കിലും തളർച്ച പടർത്തുന്നത് പോലെ, കുഴഞ്ഞ പൂക്കൾ പോലെ ചില കുട്ടികളുടെ മുഖം വാടിത്തുടങ്ങി. വല്ലാത്തൊരു ദയനീയ ഭാവത്തിൽ അത് നോക്കി നിൽക്കാനേ പാർവതിക്ക് കഴിഞ്ഞുള്ളൂ. അസംബ്ലി കഴിഞ്ഞ് ഓരോ ക്ലാസ്സിലെ കുട്ടികളായും പിരിഞ്ഞുപോയി തുടങ്ങിയതും പാർവതിയും നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് പുതിയ മാനേജ്മെൻറ്റ് വരുന്നുണ്ട് സ്കൂളിൽ. ഇതുവരെ ഈ സ്കൂൾ വാങ്ങിയത് ആരാണോ എന്താണോ ഒന്നും നമ്മളാരും അറിഞ്ഞിട്ടില്ല. തൻ്റെ ഡെസ്കിൽ നിന്ന് ബുക്കുകൾ എടുക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള മയൂരി ടീച്ചറുടെ സംസാരം അവിടെ മുഴങ്ങിക്കേട്ടു. ഞാനും കേട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ജോലിയൊക്കെ പോകാനാ ചാൻസ് അല്ലേ ടീച്ചറെ? ജോസഫ് സാർ ചോദിച്ചു. നമ്മൾ പണം കൊടുത്തിട്ടല്ലേ സാറേ ജോലിക്ക് കയറിയത്, ചുമ്മാതൊന്നും അല്ലല്ലോ. അങ്ങനെ ഒന്നും കൊടുക്കാതെ കയറിയവർ മാത്രം സൂക്ഷിച്ചാൽ മതി. പാർവതിയെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് മയൂരി പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെങ്കിലും കേൾക്കാത്ത മട്ടിൽ ബുക്കുകളും എടുത്ത് ക്ലാസ്സിലേക്ക് പോയി പാർവതി. എന്തിനാ മയൂരി ആ പാവം കൊച്ചിനെ ഇങ്ങനെ കുത്തിപ്പറയുന്നത്? കൂട്ടത്തിലെ മറ്റൊരു ലേഡി സ്റ്റാഫ് ചോദിച്ചു. ഓഹോ, ഞാൻ പറഞ്ഞതായോ കുറ്റം? 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമുക്കൊക്കെ ഇവിടെ ജോലി കിട്ടിയത്. അപ്പോൾ ഒന്നും കൊടുക്കാതെ ഇവൾ ഇവിടെ കയറി കൂടിയത്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് പൊള്ളുന്നതെന്തിനാ? എല്ലാവരോടുമായി മയൂരി ചോദിച്ചു. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല, എനിക്ക് ഫസ്റ്റ് അവറാണ്. അതും പറഞ്ഞ് ബുക്കുകളും എടുത്തുകൊണ്ട് അവർ നടന്നുപോയി. ജോസഫ് സാർ നോക്കിക്കോ, ഇന്നത്തോടെ അവളുടെ ഇവിടുത്തെ ജോലി തെറിക്കും. സാറിന് ക്ലാസ് ഇല്ലേ? എനിക്ക് സെക്കൻഡ് അവറാണ്, അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, എനിക്കും ഫസ്റ്റ് അവറാണ്. അതും പറഞ്ഞ് മയൂരി എണീറ്റ് പോയി. ആ പാർവതിയെ കാണാൻ കൊള്ളാവുന്നതിൻ്റെ അസൂയയായി പോയ സാധനത്തിന്. മയൂരി പോയ ഉടനെ സ്റ്റാഫ് റൂമിൽ മറ്റൊരു ലേഡി സ്റ്റാഫ് അവളെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ നേരെ ഇട്ടുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിലെ വാച്ചിലേക്ക് നോക്കുകയും ചെയ്യും. വലത് കൈയിൽ നിവർത്താത്ത ഒരു കുടയും പിടിച്ചിട്ടുണ്ട്. ഓരോ തവണ വാച്ചിലേക്ക് നോക്കുമ്പോഴും നടപ്പിൻ്റെ വേഗതയും കൂടിക്കൂടി വന്നു. ഒരു ലൈറ്റ് ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴും എല്ലാം പാർവതിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. തന്റെ കുടുംബമൊന്ന് പച്ചപിടിച്ചു തുടങ്ങിയ ജോലി തനിക്ക് കിട്ടിയ ശേഷം അച്ഛന് കിട്ടുന്ന തുച്ഛമായ തുകയിൽ വീട്ടു ചിലവ് തന്നെ അരിഷ്ടിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് സമ്പാദ്യം എന്ന് പറയാൻ ഒരു ചിട്ടിയെങ്കിലും ഉള്ളത്. വെണ്ണിയുടെ കല്യാണം നടത്താൻ വേണ്ടി മാത്രം. ഈ ജോലി കൂടി നഷ്ടപ്പെട്ടാൽ അത് തനിക്കും തന്റെ കുടുംബത്തിനും സഹിക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും. ഓരോന്നും ഓർത്ത് ഫസ്റ്റ് അവർ കഴിഞ്ഞത് കുട്ടികളൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് പോയി പറഞ്ഞു. സെക്കൻഡ് അവർ ഫ്രീ ആയതുകൊണ്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോകാമെന്ന് തീരുമാനം തുടച്ചു മാറ്റിയവൾ. ഡോറ് നോക്ക് ചെയ്തതും പാർവതി ടീച്ചറോ മുന്നിലെ ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഗംഗാധരം പറയുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് പരിചിതമായ ഒരു സ്ത്രീ ശബ്ദം. എന്താ ടീച്ചറെ മുഖത്തൊരു വാട്ടം? എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറോ? ഞാൻ കരുതി ഇന്നും ഞാൻ മാത്രമാവും ലേറ്റ് എന്നവൾ. എന്താ കുട്ടി എന്താണേലും പറഞ്ഞു. അത് സാർ പുതിയ മാനേജ്മെന്റ്. എത്ര രാവിലെ എണീറ്റാലും നേരം തികയത്തില്ല ടീച്ചറെ. രാവിലെ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് അതിന്റെ പാടറിയാമെന്നറിയാതെ ക്ലോക്കിലെ സൂചി കറങ്ങുവാണോ എന്ന് പാർവതിയുടെ മനസ്സ് വായിച്ചതുപോലെ വീട് പണികളും ചെയ്ത് ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യമെല്ലാം തീർച്ചയായും പെണ്ണെ നമുക്ക് റെഡിയായി ഇറങ്ങാൻ ആവത്തുള്ളവരാണെന്ന് മാത്രം. കുട്ടികൾ രാവിലെ സ്കൂളും പരിസരവും നോക്കാൻ പോലും ആരുടെ കൂടെ പോകാമെന്ന് കരുതി ഓരോ ദിവസം ഞാൻ മാനേജറും അയാളുടെ മോഹനേട്ടന്റെ കൈയും കാലും പിടിച്ച് അന്ന് വന്നപ്പോൾ ടാബിൽ സ്കൂളിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ ഇതിലേക്ക് പാടറിയും. വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ മുഴുവനും കുടിച്ചകത്തെ ഊണിന് കൊണ്ടുപോയ കറിയിൽ ഉപ്പ് കൂടി എരിവ് കുറഞ്ഞു പോയി. അങ്ങനെ സ്പീഡിലുള്ള നടപ്പിനിടയിൽ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് വസുന്ധര പറയുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. എന്നോട് തന്നെ ടീച്ചറിന്റെ രണ്ടാമത് സാമ്പത്തിക പ്രതിസന്ധി കാരണം അവരുടെ വസുന്ധര ടീച്ചറെ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? റേഡിയോ എന്ന് വിളിപ്പേര് അത് വാങ്ങിയവർക്ക് പാർവതി പറഞ്ഞു. വില ഉറപ്പിച്ച അടുത്ത ദിവസം തന്നെ മുഴുവൻ എന്ത് വേണേലും ആളുകൾ പ്രശ്നം നടത്തി. സത്യമല്ല
രാജശേഖരൻ സാർ നമ്മുടെ സ്കൂൾ മേടിച്ച പുതിയ വലിയ ആളുകളാവുമ്പോൾ എന്റെ ജോലിയുടെ കാര്യം ആണോ അറിയില്ല പാർവതി. അത് കേട്ടതും പാർവതിയുടെ നടലിന്റെ വേഗത അയാളാണെന്ന് മുഖത്ത് വിഷാദം തളം നമ്മളൊക്കെ അയാളുടെ അടിമകൾ പോലുള്ള പെരുമാറ്റം. 12 പേരായി അതിൽ 4 പേര് ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് അയാളുടെ സാർ വരുമല്ലോ. ഹൈസ്കൂളിലുള്ളവർക്കും പിന്നെയുള്ളത് നിന്റെ UP സെക്ഷൻ ആണ്. മോൾ പേടിക്കണ്ട, അതിലുള്ള 3 പേര് നിന്റെ കാര്യമായി. അല്ലെങ്കിലും അങ്ങ് എറണാകുളത്ത് കിടക്കുന്നവർക്ക് ഇവിടെ മറ്റവർ 2 പേരും പണം കൊടുത്ത ജോലിക്ക് അതിലുപരി മോളെ പറഞ്ഞു വിട്ടിട്ടാണ് പണം വാങ്ങിയതെങ്കിൽ തവണ മാനേജ്മെന്റിനോട് അവർ ആ കാര്യം പറഞ്ഞു കാണുന്ന ഗ്രൗണ്ട് റെക്കമെൻഡേഷൻ ചെയ്തിട്ടല്ലേ അവിടെ സ്കൂൾ ബിൽഡിംഗ് പണവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിന്റെ കാര്യത്തിന് വേണ്ടി വരില്ലേ വസുന്ധര പറയുമ്പോൾ ശരിയാ സർ. പക്ഷേ എന്റെ ക്വാളിഫിക്കേഷൻ കൂടി ഞാൻ ഓർക്കണ്ടേ. അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും അച്ഛൻ ഗോപാലകൃഷ്ണൻ ഫാക്ടറിയിലാണ് ജോലി. മോൾ പറയുന്നതൊക്കെ ശരി. അമ്മ നിർമ്മല ഹൗസ് വൈഫ്. എന്തായാലും അദ്ദേഹം പഠിത്തം കഴിഞ്ഞ് നിൽക്കുവാണ്. അനിയത്തി വേദ 10ലാണ് പഠിക്കുന്നത്. അത് വീടിനടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലായതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് പഠന ചിലവൊന്നുമില്ല. പാർവതിക്ക് ക്ലാസ് ഇല്ലേ? കഴിഞ്ഞു. നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാണ് അച്ഛനെ കൂടുതൽ വിശുദ്ധിയോടെ ചേർന്ന് പാർവതി പറഞ്ഞു. എന്നാൽ മോള് പൊക്കോ, അവർ വരും. പിന്നെ സംശയമുള്ളത് എന്നോട് ചോദിച്ചു മനസ്സിലാക്കും. വേദ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു പെരുമാറുന്ന കൂട്ടത്തിലാണ്. ശ്രീയേച്ചി നേരെ തിരിച്ചാണ്. വാശി പിടിച്ചാണ് പണ്ടേ ഓരോ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പേപ്പർ കറക്റ്റ് ചെയ്യാൻ. ചേച്ചി പഠിക്കാൻ പണ്ടേ മോശമായതുകൊണ്ട് തട്ടിയുമുട്ടിയുമാണ് ഡിഗ്രി കഴിഞ്ഞത്. ലഞ്ച് ബ്രേക്ക് വിവാഹം കഴിപ്പിച്ച് വിടാമെന്നും പറഞ്ഞു നോക്കുമ്പോഴാണ് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുപേർ മാത്രമേ സ്റ്റാഫ് റൂമിലുള്ളൂ. മയൂരിറ്റീസ് ആലോചനകളിൽ 1-2 ആണ് പോലും. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയും ഇല്ല പേപ്പർ എന്ന തിരക്കിലാണ് കടന്നുകൂടും. നിങ്ങൾ അറിഞ്ഞോ, പുതിയ MD വന്നിട്ടുണ്ട്. സ്റ്റാഫ് റൂമിലേക്ക് കയറിക്കൊണ്ട് നവീൻ സാർ പറഞ്ഞു പഠിക്കണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരും അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാ ജോലിക്ക് പോകാൻ. എവിടെ ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് മയൂരിറ്റീസ് കൂടാതെ അമ്മയും അച്ഛനെ MD നേരെ UP സെക്ഷനിലെ ക്ലാസ് റൂമിലേക്ക് ചേച്ചി ഒന്ന് പടിയിറക്കി വിടണമെന്ന് ഒരാളെ കൂടി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവർക്ക് മറുപടിയെ കൂടുതൽ ചൊടിപ്പിച്ചത് പാർവതി. അച്ഛൻ ജോലി ചെയ്യുന്ന വന്നത് ഒരാളാണ്. പക്ഷേ 3 BMW കാർ ഗ്രൗണ്ടിലെ കാരുണ്യം കൊണ്ട് അവരുടെ തന്നെ അടുക്കിടക്കുന്ന എക്സവനിലായിരിക്കും പുള്ളിക്കാരൻ വന്നിട്ടുണ്ടാവുക. ജോലി എന്തോ ഓർത്തതുപോലെ നവീൻ പറഞ്ഞു. നഗരത്തിലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പഴയ മാനേജ്മെന്റ് സ്കൂൾ ആണോ? എന്നാൽ വെറുതെ കൊച്ചിയിലുള്ള ഏതോ വലിയ ബിസിനസ് ഗ്രൂപ്പാണ് വാങ്ങിയതെന്ന് കാണാലോ. സ്കൂൾ കാണാൻ പോലും ഇന്നുവരാരും നല്ല കഥയായി. മാനേജറുടെ റൂമിന്റെ ഫ്രണ്ടിൽ ആ മാനേജറുമായുള്ള 2 ശിങ്കികളും വന്നിരിക്കുന്ന നമ്മുടെ പഴയ രാജശേഖരൻ സാർ പോലെയുള്ള സാധാ പണക്കാരനാണെങ്കിൽ തന്റെ ഈശ്വരന് തുല്യമായ കോടി ജോലിക്ക് കയറി തുടങ്ങി അടുത്ത മാസം ഈശ്വരന് തുല്യമായ വണ്ടി കോടീശ്വരനെ കൊണ്ട് കഴിയില്ല സാറേ. പണമല്ലല്ലോ ഏറ്റവും കൂടുതൽ. മനുഷ്യന് ജീവിക്കാൻ പണം വേണമെന്നല്ലാതെ കൂടുതൽ പണം കൊണ്ട് എന്താ ഉപയോഗം? ഈ ജോലി പോയാൽ അത് ടീച്ചർ പറഞ്ഞത് ശരിയാ. ജീവിക്കാൻ പണം വേണം. പക്ഷേ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം ആലോചിച്ചാൽ നടപ്പിക്കാൻ കഴിയും. നീ എന്താ പാർവതി ഇങ്ങനെ ആലോചിക്കണേ? ഒന്ന് വേഗം ജീവിക്കണമെന്ന് പറയുമ്പോൾ അവരെ നോക്കി തെളിച്ചമില്ലാത്ത മനസ്സിന്റെ സമ്മാനിച്ചാണ് വേഗത്തിൽ നടന്നു. കിട്ടുന്ന തുച്ഛമായ തുക എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാൻ പാർവതി. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പ്രിൻസിപ്പളിനോടൊന്ന് സംസാരിക്കുക. പുള്ളിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. നിന്നോടൊരു പ്രത്യേക ഇഷ്ടവും വാത്സല്യവും അദ്ദേഹത്തിന്റെ മുഖത്തിൽ. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പുതിയ MD കേൾക്കാതിരിക്കില്ല. വസുന്ധര പെട്ടെന്ന് ആദിത്യയോടെ അവളുടെ ശബ്ദം കേട്ട് ഉയർന്ന നെഞ്ചിരിപ്പോടെ അങ്ങോട്ടേക്ക്. എല്ലാം ശരിയാകും മോളെ, നീ വേഗം വാ, ബെല്ലടിക്കാൻ സമയമായി. വസുന്ധര പറയുമ്പോൾ അത് കേട്ടൊരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മയൂരി പറയുമ്പോൾ തിരക്കിട്ട് സ്കൂളിന്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ പതിവ് പോലെ സെക്യൂരിറ്റിയെ നോക്കി പുഞ്ചിരിക്കാനും പാർവതി. നവീൻ പറഞ്ഞതുപോലെ ID കാർഡ് പഞ്ച് ചെയ്ത് വസുന്ധരയോട് വിലക്കിട്ട് കാണാമെന്നുള്ള വെള്ള പാന്റും സെക്ഷനിലെ ഡ്രൈവർ എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ മാത്സ് ആണ് പാർവതിയുടെ സബ്ജക്ട്. കൂടാതെ 3ാം ക്ലാസ്സിലെ B സെക്ഷനിലെ ക്ലാസ് റൂമിന് ഫ്രണ്ടിൽ നിന്ന് 2 ചെറുപ്പക്കാർ സ്റ്റാഫ് റൂമിലെത്തി ഡെസ്കിൽ ബാഗ് വെച്ചതും അസംബ്ലർ ഇന്ന് അസംബ്ലി ഉള്ളത് കൊണ്ടാവണം സ്റ്റാഫുകളെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ബാഗ് തുറന്ന് ബോട്ടിൽ പുറത്തെടുത്ത് ഒരു റബ്ബ് വെള്ളം കുടിച്ച ശേഷം പാർവതി ലക്ഷ്യമാക്കി നടന്നു. വിളിച്ചിരുന്നു. എല്ലാ ക്ലാസ്സിലും അകത്തെ റൂമിലേക്ക് പ്രിൻസിപ്പൽ ഗംഗാധര മേനോൻ മുന്നിലായി അയാൾ പറയുമ്പോൾ പിന്നീട് ഒരു പ്രസംഗമായി കുട്ടികൾ പാലിക്കേണ്ട സമയക്രമത്തിനെ പറ്റി, പഠനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ പറ്റി, ഡിസിപ്ലിനെ പറ്റി അങ്ങനെ പ്രിൻസിപ്പളിന്റെ പ്രസംഗം നീണ്ടുപോകുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിലായിരുന്നു. വെയിലിന്റെ തീവ്രത ചിലരിലെങ്കിലും തളർച്ച പടർത്തുന്നത് പോലെ, കുഴഞ്ഞ പൂക്കൾ പോലെ ചില കുട്ടികൾ